നമസ്കാരം. 2025 മെയ് മാസത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ പാകിസ്ഥാൻ സർക്കാർ അമേരിക്കൻ സർക്കാരിനെ പ്രീണിപ്പിക്കാനായി അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിനെ സ്വാധീനിക്കാനായി അവരുമായി ചർച്ച നടത്താനായി 45 കോടി രൂപ ചെലവഴിച്ച് ചില സ്വകാര്യ ഏജൻസികളെ നിയോഗിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2025 ഏപ്രിൽ മാസം 26-നാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. ആ ഭീകരാക്രമണം നടന്നയുടനെ പാകിസ്ഥാന് ഇതിൽ പങ്കുണ്ട് എന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇതിന് കൃത്യമായ മറുപടി നൽകും, ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടയുടൻ തന്നെ പാകിസ്ഥാൻ അമേരിക്കയുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും അമേരിക്കൻ നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കാനും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാനുമെല്ലാം സ്വകാര്യ ഏജൻസികളെ ചുമതലപ്പെടുത്തി 6 സ്വകാര്യ ഏജൻസികളെ ചുമതലപ്പെടുത്തി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയുടെ തന്നെ ഫോറിൻ ഏജന്റ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഈ നിയമത്തിന് കീഴിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ലോബിയിങ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ആ വിശദാംശങ്ങൾ നിയമത്തിന് മുന്നിൽ ഫയൽ ചെയ്തപ്പോഴാണ് പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്ന വിവരവും ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം ഉൾപ്പെടെ, അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ അമേരിക്കൻ ഭരണകൂടവുമായി അല്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ച നടത്താനായി അമേരിക്കൻ ഭരണകൂടത്തെ സ്വാധീനിക്കാനായി ഇന്ത്യയും ചില സ്വകാര്യ കമ്പനികളെ നിയമിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചത് അമേരിക്കൻ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു. ഇന്ത്യയെ ഏത് രീതിയിലെങ്കിലും സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ നടത്തുന്ന ഈ സൈനിക നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനായി ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, അല്ലെങ്കിൽ ഈ ലോബിയിങ്ങിലൂടെ ശ്രമിച്ചത്. എങ്കിൽ ഇന്ത്യ ശ്രമിച്ചതാകട്ടെ അമേരിക്കൻ അധികൃതരുമായി വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്താനും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി ഇന്ത്യയുടെ പാർലമെന്ററി ഡെലിഗേഷൻ അമേരിക്കയിൽ എത്തുമ്പോൾ അവർക്ക് സ്വന്തം ഭാഗം വിശദീകരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇന്ത്യ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളെ നിയമിച്ചത്. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയെ ഏതു വിധേനയും തടയുക, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന ആ സമയം മുതൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ബോധ്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി അറ്റാക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കൻ സർക്കാരുമായി ചർച്ചകൾ നടത്താൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. മെയ് മാസത്തോടു കൂടി, മെയ് 6-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നു. അതിനുശേഷം പാകിസ്ഥാൻ കൃത്യമായി അമേരിക്കയോട് പറയാൻ ശ്രമിച്ചത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കുക എന്നതായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ നിരന്തരം അമേരിക്കൻ സർക്കാരുമായി ബന്ധപ്പെടാനായി ലോബിയിങ് നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഈ ദിവസങ്ങളിൽ അത്രമാത്രം തിരക്കായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഇമെയിലുകളും ഫോൺ കോളുകളും പേഴ്സണൽ വിസിറ്റുകളും എല്ലാം അമേരിക്കയിലെ പാകിസ്ഥാൻ സ്ഥാനപതി കാര്യാലയവും കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഏതാണ്ട് ഡസൻ കണക്കിന് ഇമെയിലുകളാണ് ഈ ആക്രമണം നടത്തിയ സമയത്ത് ഇന്ത്യയെ ഏതു വിധേനയും പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അമേരിക്കൻ അധികൃതർക്ക് പാകിസ്ഥാൻ അറിയിച്ചത്. പാകിസ്ഥാനും അമേരിക്കൻ അധികൃതരുമായിട്ടുള്ള ചർച്ച, പാകിസ്ഥാന് പറയാനുള്ളത് അമേരിക്കൻ അധികൃതർക്ക് കേൾക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ്, അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോ, അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയുമായി ഒരു ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ഈ സ്വകാര്യ ഏജൻസികളുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി 45 കോടി രൂപയാണ് പാകിസ്ഥാൻ ചെലവഴിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലും ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയം. ആ വിഷയത്തിൽ വെടിനിർത്തൽ കരാറിൽ വരണമെങ്കിൽ അതൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ, അത് നടന്നിരിക്കുന്നു. അമേരിക്ക അങ്ങനെയാണ് ആരോപിക്കുന്നത്. അമേരിക്ക അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അത് ഇന്ത്യ കാലങ്ങളായി തുടരുന്ന ഒരു നയത്തിന് വിരുദ്ധമാണ്. കശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷം നേരത്തെ വിവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ്. അതിന് ആരോപണങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. ഒരു ലോക
നേതാവും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇപ്പോൾ ഈ രേഖകൾ പുറത്തു വരുമ്പോൾ ഈ മൂന്നാം കക്ഷി ഇടപെടലിൻ്റെ ഒരു സൂചനയല്ലേ പുറത്തു വരുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിനെ തള്ളിക്കളയുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ അമേരിക്കൻ സർക്കാരുമായി ചർച്ച നടത്തുക അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളുമായി കൊളാബറേറ്റ് ചെയ്ത് ജോലി ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ സ്വകാര്യ ഏജൻസികളുമായി സഹകരിച്ച് സർക്കാർ ലോബിയിങ് നടത്തിയാൽ മാത്രമേ അവർക്ക് നമുക്ക് പറയാനുള്ളത് അവരുടെ ചെവികളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇത് അമേരിക്കയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ ഇടനിലക്കാരും അതുപോലെ തന്നെ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ദലാൽമാരും ഇവരൊക്കെ നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 100% ഡോക്യുമെന്റഡ് ആണ്. 100% അമേരിക്കൻ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിന് മുമ്പ് വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ് അമേരിക്കയുമായി ചർച്ച നടത്തിയിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഒരു കാരണവശാലും അമേരിക്കയെ അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.